ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. आज का ऐसा अवसर मेरे को परमेश्वर ने दिया, मैं प्रभु को बहुताय से धन्यवाद करता हूँ. നമുക്ക് അല്പനേരത്തെ ചിന്തയ്ക്കായി थोड़ी देर की वचन की मनन के लिए അപ്പോസ്തല പ്രവൃത്തികൾ प्रेरितों का काम 5-ാം അധ്യായം 5 अध्याय അതിന്റെ 19-20 വാക്യങ്ങൾ उसका 19 और 20 वचन पढ़ेंगे. हालेलुया हालेलुया हालेलुया. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ धन्यवाद हो धन्यवाद हो धन्यवाद धन्यवाद परमेश्वर हालेलुया. किशन देव, एक सेकंड है. किशन देव पास्टर, आप कृपा करके उसको छुए मत मोबाइल को, उसको ऐसा ही रहने दे. सिर्फ एक आदमी ऐसा रहने दे. അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായം 19-20 അല്ലേ പറഞ്ഞേ? 5-ാം അധ്യായം 19-20. ओके, 5वां अध्याय उसका 19 और 20वां वचन हम पढ़ेंगे. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ रात को प्रभु के एक स्वर्गदूत ने बंदी गृह के द्वार को खोलकर उन्हें बाहर कि जाओ मंदिर में खड़े होकर इस जीवन की सब बातें लोगों को सुनाओ. ഒരു വാക്യം നമുക്ക് പ്രാർത്ഥിക്കാം. एक बात हम प्रार्थना करेंगे. കാലുകൾ കൂടെ ഞങ്ങളെ അതിവത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, कालवरी के द्वारा हमारे ऊपर बहुताय से प्रेम करने वाला हमारा स्वर्गीय परमेश्वर, കർത്താവേ, ഇന്ന് ഈ രാത്രികാലം കർത്താവേ അങ്ങയുടെ വചനവുമായിട്ട് ഞങ്ങളെ അവിടുന്ന് ഒരുക്കിയ സാവകാശത്തിനായി നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു. पिताजी, आज रात को आपका वचन सुनने के लिए आपने हमको तैयार किया, इस समय के लिए हम आपको धन्यवाद करते हैं. കർത്താവേ, ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ വിടുതലായി വെളിപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. पिताजी, ये वचन हमारे सबके जीवन में छुटकारा की कारण बनने पाए. അപ്പാ, ഈ വചനത്തെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചേരണമേ കർത്താവേ. पिताजी, ये वचन हमारे बीच में आप पिताजी शुद्ध करके प्रार्थना के द्वारा दीजिए. पिताजी, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ആത്മീയമായി ഭക്ഷിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ബലപ്പെടുവാൻ തക്കവണ്ണം पिताजी ये हम लोग इसको खा पी कर ये वजन से तृप्त होकर यहाँ से जाने पाए. പ്രാർത്ഥിച്ച് ഞങ്ങളെ വാഴ്ത്തി അനുഗ്രഹിച്ചു തന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. आपने इसको धन्य करके दिया, इसके लिए हम आपको धन्यवाद करते हैं. പ്രൈസ് ലോർഡ്. जय मसीह. ഇങ്ങനെ ഒരു അവസരം എന്റെ ജീവിതത്തിൽ തന്ന വലിയ ഭാഗ്യ പദവിക്കായി ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ऐसा एक जीवन में मेरे को प्रभु ने दिया अवसर के लिए, धन्य समय के लिए मैं स्वर्गीय परमेश्वर को धन्यवाद करता हूँ. അതിൽ ശുഭപാസ്റ്ററിനോടും സഭയിലെ ഓരോ കുടുംബത്തോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു, ഇങ്ങനെ ഒരു അവസരം തന്നതിനായി. कलिसिया को, कलिसिया का हर एक पासवान को ये अवसर मुझे दिया, इसलिए मैं आपको धन्यवाद करता हूँ. പാസ്റ്റർ പറഞ്ഞ പോലെ എന്റെ പേര് മാത്യു വർഗീസ് എന്നാണ്. मेरा नाम मैथ्यू वर्गीस है. ഞാൻ സൗദിയുടെ പ്രദേശത്തെ ആയിരിക്കുന്നു. सऊदी अरब का देश में प्रभु का दास है. ഇവിടെ ആയിട്ട് 10-20 വർഷത്തോളം ആകുന്നു. वो जगह में सेवक काम करते हुए 20 साल से अधिक हुआ. ഇവിടെ എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമാണ്. मेरा परिवार, मेरी पत्नी है, 2 बच्चियां हैं. ഒരു മോളെ നാട്ടിലെ +2 പഠിക്കുന്നു. एक बड़ी बेटी मेरी जो केरल में +2 का पढ़ाई कर रहा है. ഒരു മോളെ ഇവിടെ 7ാം ക്ലാസ്സിൽ എന്നോട് കൂടെ ആയിരിക്കുന്നു. छोटा बेटी मेरे साथ इधर रहते हैं, 7वां क्लास में पढ़ रहा. ഒരു കാര്യം, എന്റെ ജീവിതത്തില് ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ലഭിച്ച വലിയ ഭാഗ്യ പദവിക്കായി ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
मेरा जीवन में सबसे बड़ा धन्यवाद है, प्रभु यीशु मसीह को करीब से पाया और यीशु मसीह को मैंने अपना जीवन में उद्धारकर्ता के रूप पर स्वीकार किया। ഞാൻ അറിയുവാൻ എന്ന് പറഞ്ഞത് തെറ്റാണ്. ഞാൻ രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായത് സൗദി അറേബ്യയിൽ വെച്ചാണ്. मैं जानकारी तो मेरे को पहले से है बचपन में, क्योंकि मैं मसीह परिवार में जन्मा है, लेकिन मैं उनको चक्कर देखा, उनको स्वाद करके देखा यहाँ अरब देश में आने के बाद है। വചനത്തിൽ പറയുന്ന പോലെ മരുഭൂമിയിൽ കൊണ്ട് കൃത്യമായി സംസാരിക്കുന്ന ദൈവവചനം. वचन के अंदर लिखा है, मैं तेरे को मरुस्थल में ले जाकर तेरा मन से मैं बात करूंगा। ആ വചനമാണ് എന്നെ രൂപാന്തരപ്പെടുത്തിയതും എന്നെ ഈ ദൈവഭാഗത്തേക്ക് എന്നെ കൂട്ടി വരുത്തിയതും. वो वचन है जो मेरे को प्रभु ने मेरे जीवन में कार्य किया और प्रभु की ओर मुझे लेके आया। അന്ന് മുതൽ ഇന്ന് വരെയും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തക്കോണം ദൈവത്തോട് ഒരുക്കിയ വലിയ സാവകാശങ്ങൾക്കായി ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. उसी दिन से किस प्रभु की वचन में बने रहने के लिए, प्रभु के एक अच्छे भक्त की तरह जीवन बिताने के लिए परमेश्वर ने मेरे जीवन में अवसर दिया। പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതിന്റെ മധ്യത്തിലും ഒരു ദൈവ സാന്നിധ്യം രുചിച്ചറിയുവാൻ തക്കവണ്ണം അടിയങ്ങളുടെ ജീവിതത്തില് ദൈവം ഓരോ നിമിഷവും അടിയങ്ങളെ നടത്തുന്ന എല്ലാ വിധങ്ങളെ ഓർത്താല് ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. हमारे जीवन में मुश्किल अवस्था है, परेशानी अवस्था है, गरीबी अवस्था है जरूर, लेकिन हर एक चीजों के बीच में अद्भुत रीति से, चमत्कारी रूप से हालेलुया चलाने वाला प्रभु यीशु मसीह को कितना भी मैं हालेलुया धन्य कहूं वो कम ही पड़ेगा। ഇനിയും നിങ്ങളെ പ്രാർത്ഥനയില് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ ഞങ്ങളെയും കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. जैसे पवित्र आत्मा आपको अगुवाई करेगा, उसी जैसा आप हमारे लिए भी प्रार्थना कीजिएगा। ആമേൻ. പ്രൈസ് ലോർഡ്. जय मसीह। നമ്മൾ വായിച്ച വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ हम जो वचन पढ़े हैं उसी वचन में हम आए। ഇവിടെ കാണുന്നു, രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. यहाँ देख सकता है बंदी गृह का दरवाजे को खोलकर रात के समय पर परमेश्वर ने उनको बाहर लाया। നിങ്ങൾ ദൈവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനങ്ങളോടും പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു. जाओ मंदिर में खड़े होकर इस जीवन की सब बातों लोगों को सुनावो करके उनको बोला। ഇന്ന് ഈ രാത്രി കാലം നമ്മൾ ഈ കേൾക്കുന്ന വചനം ജീവന്റെ വചനമാണ്. आज ही रात को हम लोग जो सुन रहा है ये वचन जीवित वचन है। ഈ ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്, അപ്പോസ്തലന്മാര് തടവിലാക്കി എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്. वहां हम देख सकता है प्रेरित लोगों को बंदी गृह में बांध कर रखा। അത് എന്തുകൊണ്ടാണ് ഇവിടെ അവരെ തടവിലാക്കിയതെന്ന് നമുക്ക് ഇവിടെ അതിന് മുൻപിലുള്ള 17ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ തക്കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. उनको बंदी गृह में क्यों ले गया करके हम उसका 17 वचन में हालेलुया हम देख सकता है। അവിടെ കാണുന്നുണ്ട്, 17ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, അതിന്റെ ലാസ്റ്റ് ഭാഗത്ത് കാണുന്നുണ്ട്, അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ചു പൊതു തടവിലാക്കി എന്ന് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. हम वहां देख सकता है लोग जलन होकर वहां प्रेरित लोगों को हालेलुया बंदी गृह में बंद किया है। നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്, ഇന്നത്തെ കാലത്തും ഈ അസൂയ നിറഞ്ഞ ഒരു കൂട്ടം ആത്മീയ ഗോളത്തിൽ ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്. आज भी हम देख सकता है हम प्रार्थना करने वाले के लोगों के बीच में भी जलन रखने वाला कुछ लोग है। നമുക്ക് ഈ അസൂയ എവിടെ നിന്ന് എങ്ങനാണ് എന്ന് നമുക്ക് ഇവിടെ ഗലാത്യർക്ക് ലേഖനത്തില് നമുക്ക് കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്. അതിന്റെ 5-ാം അധ്യായം അതിന്റെ 19, 20, 21 വാക്യങ്ങള് നമ്മൾ നോക്കുമ്പോൾ हम देख सकते हैं मनुष्यों के अंदर ये जलन कहां से आया। गलातियों का पत्री 19-20 गलातियों का पत्री 5 अध्याय
उसका 19-20 वचन जब हम पढ़ते हैं वहां हम देख सकते हैं ये जलन का जो स्वभाव मनुष्यों के अंदर कहां से आते हैं। ഇവിടെ ആദ്യം ഞാൻ മൊത്തം ഞാൻ വായിക്കാൻ തക്കൊണ്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. पूरा मैं नहीं पढ़ना चाहता हूं. ഇവിടെ കാണുന്നുണ്ട് ജഡത്തിന്റെ പ്രവൃത്തികളോ, यहाँ देख सकते शरीर के काम दो, ദുർനടപ്പ്, പറഞ്ഞോളൂ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം ഇങ്ങനെ നമ്മൾ കണ്ടുവരുമ്പം ഇതിന്റെ ഇടയ്ക്ക് ഒരു ഇതുണ്ട്, അസൂയ എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ തക്കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. शरीर के काम दो प्रकट है, अर्थात व्यभिचार, गंदे काम, लुष्पन, इनके बीच में हम देख सकता है मनुष्यों को हालेलुया जलन रखते हैं आपस में. ഇവിടെ ഈ അസൂയയുടെ ആത്മാവെന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ പ്രവൃത്തികൾ, ജഡത്തിന്റെ സ്വഭാവത്തിലുള്ള ഒരു കാര്യമാണ് എന്ന്, ജഡത്തിന്റെ പ്രവൃത്തികളാണ് എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ തക്കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. हम देख सकता है ये शरीर का काम है, परमेश्वर का काम नहीं है जो जलन रखना. അടുത്ത വാക്യത്തിൽ നമുക്ക് കാണുവാൻ തക്കോണം അതിന്റെ 23, 22, 23, 24 വാക്യങ്ങൾ കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. ആത്മാവിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ തക്കോണം നമുക്ക് സാധിക്കുന്നുണ്ട്. उसका 22 और 23 वचन में हम देख सकता है पर आत्मा का फल क्या क्या है करके वहां हम देख सकता है. ഇവിടെ നമുക്ക് വായിക്കുവാൻ തക്കോണം സാധിച്ചു, അപ്പോസ്തലന്മാരെ തടവിലാക്കിയത് ഒരു കൂട്ടം ജനങ്ങളുടെ അസൂയ മൂത്താണ്, അസൂയ കൊണ്ടാണ് അവരെ തടവിലാക്കിയതെന്ന് നമുക്ക് അവിടെ കാണുവാൻ തക്കോണം നമുക്ക് സാധിക്കുന്നുണ്ട്. वहां हम देखा है ये हम प्रेरित लोगों को बंदीगृह में डालने का पीछे एक कुछ लोगों का जीवन में से वहां उनको बंदीगृह में डाला गया है. ഈ ഇന്നത്തെ നമ്മുടെ ആത്മീയ ഗോളത്തില് നമ്മൾ നോക്കുമ്പോൾ ഒരു ദൈവപ്രവൃത്തി ആരുടെയെങ്കിലും ദൈവദാസന്മാരിലൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു കൂട്ടം ജനങ്ങളുണ്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്ത്. हम देख सकते हैं आज भी परमेश्वर की लोगों के द्वारा कुछ काम अगर जीवन अगर हो जाता तो कुछ उसमें से कुछ एक पक्ष लोग जब इनके विरुद्ध में कार्य करना, डाह करना शुरू हो जाता है. അതൊക്കെ എന്തുവാണെന്ന് നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാകാം. അവരൊക്കെ ആത്മീയരെന്ന് നടിക്കുമ്പോഴും അവരുടെ ജഡപ്രവൃത്തികൾ ഇപ്പോഴും അവർ കൊണ്ടു നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്. हम देख सकता है वो लोग पक्का आत्मिक लोगों का कपड़े पहने हुए हैं, लेकिन ये लोग अंदर से एक दूसरे को डाह करने वाला है, जलन दिखाने वाला है. ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തില് ഈ ജഡത്തിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തില് ഒരു കാലത്തും ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നില്ല. परमेश्वर कभी नहीं चाहता है हमारी आत्मिक जीवन में कभी भी विद्वेष, डाह, जलन ना हो. ഈ നമ്മൾ ഒരു കാര്യം നമുക്ക് ചെയ്യുവാനുള്ള ഒരു ദൈവദാസനിലൂടെ ഒരു ദൈവപ്രവൃത്തി നടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ, കർത്താവേ ദൈവദാസനെ കൂടുതലായി ദൈവം ഉപയോഗിക്കണമേ, എന്നെ കൂടെ ഉപയോഗിക്കണമേ, ഞാൻ ഇതിനുവേണ്ടി എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കുവാനാണ് നമുക്ക് കഴിയേണ്ടത്. जब एक प्रभु का दास के द्वारा कुछ काम होता है तो आपका काम है उस प्रभु का दास के लिए प्रार्थना करना, पिताजी देखो आज मेरा प्रभु का दास के द्वारा इस कार्य हुआ, पिताजी इस तरीके से मुझे भी अभिषेक कर और प्रभु का दास को बहुत सामर्थ्य दे कि और भी बड़े वीर कार्यों करने पाए. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, അവിടെ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കാണുന്നുണ്ട് അപ്പോസ്തലന്മാരെ തടവിലാക്കിയത് അവിടെ അസൂയ നിറഞ്ഞിട്ടാണ് എന്ന് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. वहां हम पढ़ते हैं प्रभु का दासों को बंदीगृह में बांधने के पीछे विद्वेष है, डाह है, जलन, एक दूसरे के ऊपर जलन रखा हुआ है, क्योंकि ये लोग प्रभु में ज्यादा काम ना करने पाए, ये लोगों का नाम ना ऊंचा होने पाए. അവിടെ നമുക്ക് കാണുവാൻ നമുക്കൊരു കാര്യം ചിന്തിക്കാം, എന്തുകൊണ്ടാണ് ഈ മഹാപുരോഹിതൻ അല്ലെ സാധുക്കൾ അവരുടെ ഒക്കെയും
ഉള്ളില് ഈ അസൂയ നിറഞ്ഞതെന്ന് നമ്മൾ ഈ 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ തക്കോളം നമുക്ക് സാധിക്കുന്നുണ്ട്. वहां 5 अध्याय 12 वचन में जब हम पढ़ते हैं, ये लोगों के अंदर जलन क्यों आया, एक विद्वेष का भावना क्यों आया करते हैं. അവിടെ നമ്മൾ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്. प्रेरितों के हाथों से बहुत चिन्ह और अद्भुत काम लोगों के बीच में दिखाए जाते थे और वे सब चित्त होकर सुलेमान के औसार में इकट्ठे हुए करते थे. നമുക്ക് അവിടെ ഒരു കാര്യം നമുക്ക് പറയുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അവര് കൂടി വന്നപ്പോൾ അവിടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ അവിടെ നടന്നതായിട്ട് നമ്മൾ കാണുമ്പോൾ वहां हम देख सकता है वो जब इकट्ठे हुए तो चिन्ह और अद्भुत कामें बहुतायत से उनके बीच ആ ഒരു അത്ഭുതം അല്ലെ അടയാളങ്ങൾ നടന്നു എന്ന് നമുക്ക് അടുത്ത വാക്യത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്. എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. हम देख सकता है वहां अद्भुत काम क्यों हुआ, वहां अद्भुत काम इसलिए हुआ, वहां जितने लोग आए थे वो एक चित्त होकर सुलेमान के ओसारे में, जहां हम लोग इकट्ठे होते हैं एक मन के द्वारा, विभिन्न मन के द्वारा नहीं आना, विद्वेष के द्वारा नहीं आना, तब वहां हुआ है हालेलुया चिन्ह और अद्भुत काम. ഇന്ന് രാത്രിയില് നമ്മള് പല സ്ഥലങ്ങളില് അല്ലെന്നുണ്ടെങ്കിൽ പലയിടങ്ങളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ आज रात को हम दुनिया की कोने कोने में बैठकर आज प्रभु की वचन हम सुन रहे हैं. നമുക്ക് ഏക മനസ്സോടെ ഇന്ന് ദൈവത്തിന്റെ സന്നയിൽ നമ്മൾ ആയിരിക്കുകയാണ് എങ്കിൽ, अगर एक मन एक चित्त होकर अगर प्रभु की चरणों में अगर हो रहा है तो ഇന്ന് നമ്മൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളില് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ അടയാളം സഹിതം ഇന്ന് നടക്കുവാൻ തക്കോണം ദൈവം അവിടുന്ന് ഇടയാക്കും. अगर आप एक चित्त होकर प्रभु की चरणों में अगर बैठेगा तो परमेश्वर की चमत्कारी कार्य आपके बीच में होते हुए आप देख पाओगे. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ സാധിക്കും? അത് कितने लोग ये विश्वास करते हैं मेरे जीवन में प्रभु चमत्कारी कार्य करेगा करके. എന്തുകൊണ്ട് നമുക്ക് പലപ്പോഴും നമുക്ക് ഏക മനസ്സോടെ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കത്തില്ല. बहुते बार जब हम प्रभु की भवन में आते हैं लेकिन हम लोगों को एक चित्त होकर एक मन होकर हम खड़ा आ नहीं पाते हैं. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പല വിചാരങ്ങളുണ്ട്, പല ആവശ്യങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന നാളത്തെ കുറിച്ച് നമ്മൾ പലതും നമ്മുടെ തലമുറകളെ കുറിച്ച് നമ്മൾ പലതും നമ്മൾ ചിന്തിച്ച് നമ്മള് വ്യസനത്തോടെ നമ്മളെ ആയിരിക്കുമ്പോഴായിരിക്കും നമ്മളെ ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. क्योंकि इसलिए हम एक चित्त में नहीं होते हैं. जब हम आते हैं व्याकुल होकर अलग अलग बातों को सोच समझकर सोच विचार रहकर प्रभु की चरणों में आते, मेरा वो काम है, मेरा ये काम है, मेरे बेटे का काम है, मेरे बेटी का काम है बोलकर आप आते हैं. इसी वजह से आप एक मन होकर एक चित्त होकर प्रभु में हो नहीं पाते हैं. ഈ സമയങ്ങളിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഏകാഗ്ര ഹൃദയത്തോടെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവദാസൻ പറയുന്ന വിഷയങ്ങളെ നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് ഒരേ ആത്മാവിൽ ഏക മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കുവാനോ നമുക്ക് പ്രാർത്ഥിക്കുവാൻ തക്കോണം നമുക്ക് ഇടയാകത്തില്ല. हालेलुया. इस समय अगर आप मन के अंदर अलग अलग भावना अलग अलग विचार रखेगा तो प्रभु का दास जो बोलते जिस विषय के लिए बोलते हैं वो विषय को लेकर आप हालेलुया मन लगाकर प्रार्थना कर नहीं पाओगे आपसे. ഇന്ന് രാത്രികാലം ഒരു കാര്യം ഞാൻ വിളിച്ചു പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ എവിടെയായിരുന്നാലും നമ്മുടെ സകല ചിന്താകുലങ്ങളും ഇന്ന് ദൈവത്തിന്റെ പാദപീഠത്തിലൊന്ന് ഇറക്കി വെച്ചിട്ട് ഇന്ന് ഏക മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തയ്യാറാണ് എങ്കിൽ ദൈവത്തിന്റെ അത്ഭുത വിടുതലുകള് നമ്മുടെ ഭവനങ്ങളില് നമ്മൾ ആയിരിക്കുന്ന മേഖലകളില് ഏത് വിഷയത്തിന്മേലും
നമ്മൾ ഭാരപ്പെടുന്നോ ആ വിഷയത്തിന്മേല് ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് ഇന്ന് രാത്രി കാണുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇടവരുത്തും. मैं आपको आज रात को एक चेतावनी दे सकता हूं, आपकी मन की भावना कुछ भी हो, आपके मन के अंदर विचार कुछ भी हो, ये सब आप छोड़कर आप एक मन होकर, एक चित्त होकर, प्रभु जी मुझसे बात कर, ये विषय के ऊपर प्रभु जी दया कर करके एक चित्त होकर, एक मन होकर अगर आप प्रार्थना करेंगे तो आज तक जो आप के लिए उत्तर लेके प्रभु के चरणों से आप जा पाओगे. എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റും? ഇത് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഇത് कितने लोग ये विश्वास कर सकते हैं मेरे साथ आज ऐसा ही होगा, मेरा विषय के ऊपर प्रभु कार्य करेगा? अपनी हाथ उठाकर परमेश्वर को धन्यवाद करो. हालेलुया, हालेलुया. നമ്മളെ നമുക്ക് ഇവിടെ നമ്മുടെ വചനത്തിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഒരു പക്ഷപാതക്കാരനെ ദൈവത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാവാൻ തക്കവണ്ണം നമുക്ക് വചനത്തിൽ കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്. हम देख सकता है एक बीमार व्यक्ति को, पक्षपात वाला व्यक्ति को जब कुछ लोगों ने चारपाई से काट से उठाकर यीशु मसीह के पास लाया, किस तरीके से है करके हम देख सकता है. അവിടെ വിടുതൽ നടന്നത് അവര് കൊണ്ടുവന്നപ്പോൾ അവരുടെ യേശുവിന്റെ അടുക്കലേക്ക് എത്തിച്ചേരുവാൻ അവർക്ക് കഴിയാതായിരുന്നപ്പോൾ അവർ ആ ഭവനത്തിന്റെ മേൽക്കൂര പൊളിച്ച് അവരെ ആ പക്ഷപാതക്കാരനെ അവിടെ യേശുവിന്റെ അടുക്കലേക്ക് ഇറക്കുവാൻ തക്കവണ്ണം തയ്യാറായി. वहां हम देख सकता है जब वो यीशु मसीह, मरकोस का सुसमाचार 2 अध्याय में ही है, जब यीशु मसीह के पास वो लोग इतनी भीड़ हो गया, जब पक्षपात व्यक्ति को काट के द्वारा उनको अंदर नहीं ले जा पाता था, बहुत ज्यादा परेशानी हुआ था, तब वो 4 लोगों ने क्या किया करके वहां हम देख सकता है. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എവിടെ യേശു പറഞ്ഞു, നീ കൊണ്ടുവന്നവരുടെ വിശ്വാസം മൂലം അവിടെ ആ പക്ഷപാതക്കാരനെ അവിടെ വിടുതൽ സംഭവിച്ചു എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്. वहां हम प्रभु हम बोलते हैं इनका विश्वास को देखकर, जिन्होंने लाया है उनकी विश्वास को देखकर प्रभु ने वो व्यक्ति को, जो लकवे का रोग जो व्यक्ति था उसको प्रभु ने चंगाई देता है. ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു കാര്യം പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടി, നമ്മുടെ സഹോദരങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഇത് ദൈവത്താൽ ഇത് സംഭവിക്കും. അല്ല, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും, അല്ലെന്നുണ്ടെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി പുതുവഴികളെ തുറക്കും, ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തി വിടുതൽ അനുഭവിക്കും, ഏത് വിഷയമായാലും അത് മാറിപ്പോകും എന്ന് നമ്മൾ ആദ്യം വിശ്വസിക്കണം. अगर आप प्रभु के चरणों में जब आते हैं, आपके विषय कुछ भी हो, आपके अंदर आपका विश्वास होना चाहिए, मैं प्रभु की चरणों में जा रहा हूं, मेरा प्रभु मेरे लिए कार्य करेगा, मेरे परमेश्वर मेरी प्रार्थना का उत्तर देगा, मेरा जो भी विषय है मैं प्रभु की चरणों में रखता हूं, प्रभु मेरे ऊपर दया करेगा करके अगर आप विश्वास करेगा तो प्रभु देखना करेगा. ഇന്ന് രാത്രികാലം നമുക്ക് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഇന്ന് ഈ വചനം നമ്മൾ ഏക മനസ്സ്, നമ്മൾ കൂടി ദൈവസേനയിൽ നമ്മൾ കൂടി വരുമ്പോൾ നമ്മൾ ഏക മനസ്സുള്ളവരായി തീരുവാൻ തക്കവണ്ണം ഇന്ന് ഈ രാത്രി നമ്മളെ അവിടെ ഒരുക്കുമാറാകട്ടെ. हालेलुया. आज का वचन जितने भी लोग हैं, हालेलुया, वो लोग अगर एक मन दो होकर प्रभु के चरणों में आकर प्रभु से प्रार्थना करेगा तो आपका जीवन में अद्भुत चमत्कारी कार्य होते हुए देखने पाए. आज का दिन का वचन നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുൻപോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഈ അധ്യായത്തിൽ തന്നെ അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ കാണുമ്പോൾ മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്ന് വന്നു, രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീതികളിലും വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. അതുകൂടാതെ യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിന്മേലും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിച്ചതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്. वहां हम देख सकते हैं प्रेरितों के द्वारा बहुत बड़े कार्य
विश्वास करने वाले बहुतेरे पुरुष और स्त्रियां प्रभु की कलीसिया में और भी अधिक आकर मिलते रहे। और आगे देख सकते हैं यहाँ तक कि लोग बीमारियों को सड़कों पर ला लाकर कांटे और कटोलों पर लिटा देते थे कि जब पत्रोस आए तो उसकी छाया ही उनमें से किसी पर किसी पर पड़ जाए। और यरूशलेम के आसपास के नगरों में भी बहुत लोग बीमारों और अशुद्ध आत्माओं के सताए हुए लोग थे, ला लाकर इकट्ठे होते थे और सब अच्छे कर दिए जाते थे। ഇവിടെ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നത് പത്രോസിന്റെ നിഴൽ വീഴുമ്പോൾ രോഗികൾ അവിടെ സൗഖ്യമാകുന്നു, അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ വിടുവിക്കപ്പെടുന്നു എന്നൊക്കെ നമുക്ക് അവിടെ കാണുവാൻ തക്കോണം സാധിക്കുമ്പോൾ ഇന്ന് ഈ രാത്രികാലം നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്ത്, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകള് എങ്ങനെയാണെന്ന് ഇന്ന് ഈ രാത്രി ദൈവാത്മാവ് നമ്മളെ കാണുകയാണ്. वहां हम देख सकता है वहां रोगियों को पत्रोस का छाया पड़ते ही लोग चंगा होते हैं। आज रात को वचन सुनने वाले लोगों को मैं आपको बताता हूं, आपकी अवस्था कुछ भी हो, प्रभु यीशु आपकी अवस्था को देखकर प्रभु की वचन के द्वारा बहुत बड़े चंगाई, बहुत बड़े छुटकारा आपके जीवन में देने के लिए प्रभु आज रात को चाहते हैं। നമുക്ക് എത്ര പേർക്ക് നമുക്ക് വിശ്വാസമുണ്ട് യേശുവിന്റെ നിഴൽ നമ്മുടെ മേലെ ഉണ്ട് എന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയും? कितने लोग ये विश्वास कर सकता है प्रभु यीशु मसीह की छाया मुझ पर है, उसके द्वारा मैं पूर्ण रूप से मैं चंगा हो जाऊंगा। जो व्यक्ति विश्वास करते हैं उस व्यक्ति का जीवन में चमत्कारी कार्य होगा। ഈ ഇവിടെ പത്രോസിന്റെ നിഴൽ വീണ് രോഗികൾ സൗഖ്യമാകുമ്പോൾ എന്നെയും നിന്നെയും നമ്മളെ ഓരോരുത്തരെയും നമ്മൾ ദൈവം ഇവിടുന്ന് തെരഞ്ഞെടുത്ത് ദൈവസേനയിൽ നമ്മൾ ആക്കിയിരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്. 91 സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്. यहाँ हम देख सकता है रोगियों के ऊपर प्रेरितों का छाया गिरते हुए वो लोग चंगे होते हैं। लेकिन हम ये देखते हैं നമ്മൾ പലപ്പോഴും നമ്മൾ മനസ്സിലാകുന്നില്ല യേശുക്രിസ്തുവിന്റെ നിഴല് നമ്മുടെ മേലെ എപ്പോഴും ഉണ്ട് എന്ന് നമ്മൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നില്ല. हम लोग बहुत बार ये भूल जाते हैं परमेश्वर की छाया हमारे ऊपर हमेशा लगे हुए है करके हम नहीं विश्वास करते हैं। ഇവിടെ നമുക്ക് 91 സങ്കീർത്തനത്തിൽ നമുക്ക് കാണുന്നുണ്ട്, ആദ്യത്തെ വാക്യത്തിൽ കാണുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലും കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. वहां हम देख सकते हैं वचन संहिता 91 का पहला वचन में परम प्रधान के छाए हुए स्थान में जो बैठे वो सर्वशक्तिमान की छाए हुए स्थान में ठिकाना मिलता है, क्योंकि परम प्रधान की छाया हर एक व्यक्ति में उसका शरण पाने वाला हर एक व्यक्ति के ऊपर हमेशा लगे रहता है। ഇവിടെ പറയുന്നത് സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് കാര്യങ്ങൾ പറയുകയാണ്. അടുത്ത വാക്യത്തിൽ കാണുന്നു, അവൻ എന്റെ സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്. वहां लिखा है जो व्यक्ति के ऊपर परमेश्वर की छाया प्रभु की हालेलुया ठिकाना है उस व्यक्ति हमेशा ये कहता है मैं वो मेरा परमेश्वर है, मैं उस पर भरोसा रखूंगा करके बोलता है। ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും യേശുവിന്റെ നിഴല് എന്റെ മേൽ ഉണ്ട് എന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം സാധിക്കുന്നു? आज रात को कितने लोग ये विश्वास कर सकते हैं परमेश्वर की छाया परम प्रधान की छाया मुझ पर लगे हुए है करके? जो लोग विश्वास करेगा प्रभु उनके ऊपर दया करेगा। പത്രോസിന്റെ നിഴൽ വീണപ്പോൾ രോഗികൾ സൗഖ്യമായിട്ടുണ്ട് എങ്കിൽ ഇന്ന് ഈ രാത്രിയില് നീ വിശ്വസിക്ക്, ദൈവത്തിന്റെ യേശുവിന്റെ നിഴൽ നിന്റെ മേൽ ഉള്ളപ്പോൾ ഇന്ന് ഈ രാത്രിയില് നീ രോഗം വഹിച്ചുകൊണ്ട് നടക്കേണ്ടവനല്ല. ഈ രാത്രിയില് നിനക്ക് വിടുതല തരുവാ നീ വിശ്വസിക്കണം. നീ രാത്രിയിൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ തക്കോണം ആ നിഴൽ നിന്റെ മേൽ വിടുതലായി വെളിപ്പെടുവാൻ തക്കോണം ദൈവം വരുത്തും. अगर आप विश्वास के साथ ये रखेगा
देखो मैं प्रभु पर विश्वास करता हूं, प्रभु की छाया मुझ पर है, जैसे भजन के अंदर लिखा है, परम प्रधान की छाया हुए स्थान में, मैं प्रभु के छाया हुए स्थान में ठिकाना पाया वो व्यक्ति है, उनकी छाया में बैठने वाला व्यक्ति है, परम प्रधान की छाया मुझ पर है। मैं विश्वास करता हूं मेरे ऊपर प्रभु की छाया है, मैं कभी नहीं डगमगाऊंगा, मेरे ऊपर पूर्ण रूप का उनकी अद्भुत कार्य चलेगा करके जो व्यक्ति विश्वास करते हैं उस व्यक्ति के ऊपर प्रभु की दया होगा। ഇന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് നമ്മൾ ഏത് അവസ്ഥയായിരുന്നോട്ട് ഇന്ന് ഈ രാത്രി വിടുതൽ സംഭവിക്കും. രോഗികൾ ഇന്ന് രാത്രി സൗഖ്യമാകും. അവന്റെ നിഴൽ നമ്മുടെ മേലുണ്ട്. ഇന്ന് ഈ രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടും. ഭവനങ്ങൾ ദൈവപ്രവൃത്തി വെളിപ്പെടും ഇന്ന് രാത്രിയില്. हालेलुया। अगर आप विश्वास कीजिए आज देखना आपके जीवन में बहुत बड़ा चमत्कारी, बहुत बड़ा चिन्ह, बहुत बड़ा अद्भुत कार्य आपके जीवन में होने जा रहा है। ഇന്ന് നമ്മൾ അത് വിശ്വസിക്കണം. യേശുവിന്റെ നിഴല് എന്റെ മേലുണ്ട്, അത് എപ്പോഴും എന്റെ മേലുണ്ട് എന്നത് വിശ്വസിക്കണം നമ്മൾ ഇന്ന് രാത്രിയില്. आज रात को विश्वास कीजिए परमेश्वर की छाया मुझ पर है, वो मुझे छुटकारा देने, अगर प्रेरितों की छाया के द्वारा लोग अगर चंगा हो जाता तो मैं भी पक्का प्रभु की छाया के स्थान नीचे रहने वाला, मुझ पर भी हमेशा चंगाई पक्का मेरी बातों के ऊपर होगा करके आप विश्वास कीजिए। നമ്മൾ ഈ 91 സങ്കീർത്തനം നമ്മൾ മൊത്തമായിട്ട് നമ്മൾ വായിക്കും. ഞാൻ വായിക്കുവാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടൊക്കെ നമ്മൾ യഹോവയിൽ ആ നിഴലിൻ കീഴിൽ പാർക്കുന്നവൻ वहां देख सकता है जो 91 भजन संगीता में देख सकता है जो परम प्रभु की छाए हुए स्थान में जो बैठता है, जो परम प्रधान की छाए हुए स्थान में बैठता है उसको परमेश्वर का हर एक तरीके का सहारा मिलता है करके हम देख सकता है। ഹലോ, പ്രൈസ് ലോർഡ്. ഓക്കെ പറഞ്ഞോളൂ. പ്രൈസ് ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. സോറി, ഒരു ഫോൺ വന്നു, അതുകൊണ്ട് ഡിസ്റ്റർബ് ആയിപ്പോയി. ഓക്കെ. ഇന്ന് രാത്രിയില് നമുക്ക് ഈ 91 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണുവാൻ തക്കോണം നമുക്ക് സാധിക്കുന്നുണ്ട്. അതിന് മൊത്തം ഞാൻ വായിക്കുവാൻ തക്കോണം ഞാൻ താല്പര്യപ്പെടുന്നില്ല. അവിടെ നമുക്ക് 4-ാമത്തെ വാക്യത്തിൽക്കൊണ്ട് തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ തക്കോണം നമുക്ക് സാധിക്കുന്നുണ്ട്. वहां हम नए 91 भजन संगीता में हम देख सकता है प्रभु वहां लिखा है उसका 4 वचन में, वो तुझे अपने पंखों तले पंखों की आड़ में ले लेगा और उसके पैरों के नीचे शरण पाएगा, उसकी सच्चाई तेरे लिए डाल और जिलम ठहरेगी। ഇവിടെ നമുക്ക് കാണുവാൻ തക്കോണം നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരു ഒരു കോഴിയെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാല് അതിന്റെ തള്ളക്കോഴി എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴില് അതിനെ മറയ്ക്കുന്നതെന്ന് നമുക്ക് അവിടെ നമുക്ക് ലോകപരമായി നമുക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ തക്കോണം നമുക്ക് സാധിക്കുന്നുണ്ട്. हम देख सकते हैं दुनिया की रीति से एक मुर्गी है अपनी पंखों तले छोटे बच्चों को जब संभालती हुए हम देख सकता है। हालेलुया। उसी जैसा परमेश्वर आपको कह रहा है, मैं भी तुमको अपने पंखों तले मैं तेरे को संभालूंगा। ഇവിടെ പിന്നെ നമുക്ക് കാണുവാൻ തക്കോണം നമുക്ക് സാധിക്കുന്നുണ്ട്. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നിനക്ക് പേടിപ്പാനില്ല എന്ന്. वहां आगे लिखा है कोई भी ना रात की भय से ना और उस तीर से जो दिन में उड़ता है, इसी से तुमको डरने की जरूरत नहीं है। ഇതൊക്കെ നമ്മുടെ ജീവിതത്തില് സംഭവിക്കണമെങ്കില് ആ നിഴല് നമ്മുടെ ജീവിതത്തിൽ അല്ല, നമ്മൾ ആ നിഴലിന് കീഴിലാണ് നമ്മൾ പാർക്കുന്നതെന്ന് നമുക്കൊരു ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ये सब हमारे जीवन में अगर होना है तो हम परमेश्वर की छाया में, उनकी हालेलुया छाया में जब तक नहीं रहेगा तब तक जीवन इस तरीके के काम नहीं हो पाएगा।
അടുത്ത ഇത് വാക്യത്തിൽ പിന്നെയും നമുക്ക് കാണുന്നുണ്ട്, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. वहां हम देख सकता है कोई विपत्ति तुझ पर ना पड़ेगी, ना कोई दुख तेरे डेरे के निकट आएगा। എന്തുകൊണ്ടാണ്? നീ അത്യുന്നതന്റെ മറവിൽ വസിക്കുക അല്ലെ നിഴലിൻ കീഴിൽ പാർക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ രാത്രികാലം നമ്മളായിരിക്കുന്ന ഇത്രയും വലിയ പ്രയാസങ്ങള് ഈ ലോകത്തിൽ മൊത്തം ഉണ്ടായിട്ടും നമ്മുടെ ഭവനങ്ങളെ തൊടുവാൻ തക്കോണം ഇടയായിട്ടില്ല എങ്കിൽ ഇന്ന് ഈ രാത്രി നീ ഒന്ന് കരുതിക്കോ, ആ നീഴല് എന്റെ കുടുംബത്തിന്മേലെ, എന്റെ തലമുറകളുടെ മേലെ, ഞാൻ ആയിരിക്കുന്ന സ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ പ്രയാസങ്ങളൊന്നും കടന്നു വരുവാൻ ഇടയാകാത്തതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ ഈ രാത്രി നമ്മളെ സഹായിക്കുമാറാകട്ടെ. छाये के नीचे आप बैठने की वजह से हैं, पूरी दुनिया में इतनी बड़ी विपत्तियां फैल गया, प्रभु ने आपको संभाल कर हालेलुया एक अच्छी तरीके से प्रभु आपको रख रहा है, तो उसके पीछे कारण है परमेश्वर आपको इतना प्रेम रखा हुआ है, उनकी छाए हुए स्थान में प्रभु आपको ठिकाना दिया हुआ है। നമുക്ക് ഇതിന്റെ അവസാനത്തെ വാക്യത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ തക്കോണം നമുക്ക് സാധിക്കുന്നു, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും എന്ന്. അതിന്റെ 15ാമത്തെ വാക്യത്തിൽ കാണുന്നത്, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനെ ഉത്തരവരുളും, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും, ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും, എന്റെ രക്ഷ അവനെ കാണിച്ചു കൊടുക്കും. वहां देख सकता है उसका 15वां वचन, जब वो मुझे पुकारे तब मैं उसकी सुनूंगा, संकट में मैं उसके संग रहूंगा, मैं उसको बचाकर उसकी महिमा बढ़ाऊंगा। ഇവിടെ നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ ആരെയാണ് വിളിച്ചപേക്ഷിക്കേണ്ടത് എന്ന് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു മനുഷ്യനെ നമ്മൾ വിളിക്കുകയാണ് എങ്കിൽ ആ മനുഷ്യനെ സഹായിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അവൻ ചിലപ്പോഴാണെന്നുണ്ടെങ്കിൽ അല്ല കുറച്ചു സമയത്തേക്ക് നമുക്ക് കുറച്ച് നാളത്തേക്ക് നമുക്കൊരു സഹായം ചെയ്തു, എന്നാൽ എന്നും 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 ഒരു പൂർണ്ണ വിടുതൽ പൂർണ്ണ സഹായം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കണമെങ്കിൽ നമ്മൾ ഉയരങ്ങളിലേക്ക് നോക്കി നമ്മൾ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം അവനെ നമുക്ക് ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിപ്പാൻ തയ്യാറാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തില് ദൈവം നമ്മുടെ കഷ്ടകാലത്ത് മനുഷ്യരെല്ലാം മാറിപ്പോകുന്ന സ്ഥാനത്ത് ദൈവം നമ്മളോട് കൂടെ ഇരിക്കും. हालेलुया। अगर आप यहाँ लिखा है मुझको पुकारो, आपकी दुख परिस्थिति में, आपकी कष्टों के समय पर आप प्रभु परमेश्वर को अगर पुकारेगा तो दुनिया की मनुष्यों पर अगर आप भरोसा न रखते हुए प्रभु परमेश्वर की ओर अगर आप अपना मन को लगाएगा तो आप देखना जरूर आपका जीवन में बहुत बड़ा चमत्कारी कार्य करेगा। आप देख सकता है आपके ऊपर भरा हुआ छाया का अद्भुत कार्य आपके ऊपर का छाया को उसकी चमत्कारी आपके जीवन में आप देख पाओगे और आपको प्रभु महिमा बढ़ाएगा। രാത്രിയില് ഞാൻ എന്റെ വചനം ഉപസംഹരിക്കാൻ പോവുകയാണ്. ഇന്ന് ഈ രാത്രിയിൽ നമ്മൾ കേട്ട വചനം നമ്മുടെ ജീവിതത്തില് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം मैं आज परमेश्वर की वचन को यहीं समाप्त करना चाहता हूं। आज जो आप लोग मेरे प्रभु ने मुझे दिया हुआ वचन आप लोगों का जीवन में आशीष और अनुग्रह की कारण होने पाए। നമുക്ക് അവിടെ കാണുവാൻ നമ്മൾ ഇന്ന് വായിച്ചു, ഒന്നുകൂടെ ഞാൻ കാര്യങ്ങൾ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. നമ്മൾ ഇവിടെ വായിച്ചു, നമുക്ക് ദൂതൻ അവിടുന്ന് കാരാഗ്രഹത്തിൽ ഇറങ്ങി വിടുവിച്ചു. അവിടെ എന്തുകൊണ്ടാണ് അവരെ വിടുവിച്ചതെന്ന് നമുക്ക് കാണുവാൻ സാധിച്ചു. ജീവന്റെ വചനം അവിടെ മറ്റുള്ളവരോട് പ്രസ്താവിക്കേണ്ടതിന് വേണ്ടിയാണ് അവിടെ കാരാഗ്രഹത്തിൽ ദൂതൻ ഇറങ്ങി അവരെ വിടുവിച്ചതായിട്ട് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം ഇടയായി. वहां देख सकता है पत्रोस को उस बंदी गृह से छुड़ाने के पीछे परमेश्वर का इच्छा यह था कि ये लोग जीवन का वचनों को हालेलुया दुनिया के बीच में प्रचार करने पाए। ഇന്ന് രാത്രിയില് നമ്മൾ കേൾക്കുമ്പോൾ ഈ രാത്രികാലം നമ്മുടെ ജീവിതത്തില് ഈ വചനങ്ങൾ വിടുതലായി വെളിപ്പെടണം. നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഒരു കൂട്ടം ജനങ്ങളിലെ അസൂയ ഉണ്ടായി. ആ അസൂയ മൂലമാണ് അവർ ചെയ്യില്ലായതെന്ന്. എന്തുകൊണ്ടാണ് അവർക്ക് അസൂയ ഉണ്ടായതെന്ന് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. कुछ जो लोगों का जलन की वजह से कुछ लोगों का हालेलुया इनके विरुद्ध
कार्य करने की वजह से इनको बंदी, उनके ऊपर जलन होने का कारण क्यों हुआ? वो लोग बहुत चिन्ह और चमत्कारी कार्य उनके जीवन में किया, इसी वजह से वो लोगों का जीवन में हालेलुया उनको पकड़कर बंदी गृह में डाला गया। നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നുണ്ട്. ഈ അസൂയ എന്തിന്റെ പ്രവൃത്തിയാണ്? ജഡത്തിന്റെ പ്രവൃത്തിയാണെന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നു. ഇന്ന് ഈ രാത്രിയില് നമ്മൾ വായിച്ചു ഗലാത്യർ 5:19, 20, 21 വാക്യത്തിൽ നമ്മൾ വായിച്ചു ജഡത്തിന്റെ പ്രവൃത്തികൾ എന്താണ് എന്ന്. ഇന്ന് ഈ രാത്രിയില് ഈ പറഞ്ഞ എന്തെങ്കിലും 15 കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികളായിട്ട് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതെന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റിക്കൊണ്ട് അടുത്ത വചനത്തിൽ പറയുന്നുണ്ട് ആത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മളെ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരും ഒരുക്കമായിരിക്കണം. हालेलुया। ये जलन का स्वभाव कहां से आता है? शरीर की अभिलाषा की वजह से जलन का स्वभाव इनके जीवन में आते हैं। हालेलुया। प्रभु बोलते हैं शरीर की स्वभाव तो हमारे जीवन से पूर्ण रूप से दूर करना चाहिए। അത് നമ്മൾ വായിച്ചു. നമ്മള് എന്തുകൊണ്ടാണ് അസൂയ അവരിൽ നിറഞ്ഞതെന്നും നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചു. എന്ന് പറഞ്ഞാൽ അവിടെ അപ്പോസ്തലന്മാരുടെ കൂടി വരുമ്പോൾ അവർ ഏക മനസ്സോടെ അവിടെ കൂടി വന്നു, അവിടെ അത്ഭുതങ്ങൾ നടന്നു, അടയാളങ്ങൾ നടന്നു എന്ന് നമുക്ക് അവിടെ വായിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടവന്നു. वहां हम देख सकता है वहां वो लोग एक चित्त होकर इकट्ठा हुआ तो वहां परमेश्वर की बहुत बड़ा अद्भुत चमत्कारी उनके बीच में हुआ। ഇന്ന് രാത്രിയില് നമ്മൾ എവിടെയായിരുന്നാലും നമ്മൾ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ഏക മനസ്സോടെ നമ്മൾ കടന്നു വരുവാണ് എങ്കിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികള് നമ്മൾ ഏത് വിഷയത്തിന്മേല് നമ്മളെ ദൂരെ ആയിരിക്കുന്നു, നമ്മൾ ഇന്ന് രാത്രി നമ്മൾ ചർച്ചിലല്ല, അല്ലെ ദൈവദാസന്റെ കൂടെ അല്ല എന്നൊന്നും വിചാരിച്ചിരിക്കണ്ട. ഇന്ന് രാത്രി നമ്മൾ ഏക മനസ്സോടെ ഇന്ന് രാത്രി നമ്മൾ ആയിത്തീരുവാണെങ്കിൽ നമ്മുടെ സകല ചിന്താവരങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ ഇറക്കി വെച്ചുകൊണ്ട് നമ്മളെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തയ്യാറാണ് എങ്കിൽ ഏക മനസ്സോടെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അത്ഭുത വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും, അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഇന്ന് രാത്രി ഒന്ന് പരീക്ഷിക്കുവാൻ തക്കവണ്ണം തയ്യാറാണോ നമ്മൾ ഓരോരുത്തരും? परमेश्वर का वचन से एक आ रहा है, एक मन होकर आप हो सकता है प्रभु के दास के साथ ना हो सकता है आप कलीसिया के अंदर ना हो, आप अपनी घरों में बैठकर हालेलुया वचन सुन रहा है, वहां परमेश्वर को उपस्थिति है। एक मन होकर पिताजी मेरी भाई का, मेरी बहन का, मेरी जिसका लोगों का परेशानी है उसके लिए अगर आप होकर अगर प्रार्थना करेगा तो देखना वहां परीक्षा कीजिए। आप एक बार हालेलुया अपना जीवन में इसके बारे गुजरिए, प्रभु आपके लिए एक बहुत बड़ा कार्य करेगा। നമുക്ക് ഈ രാത്രിയിൽ നമുക്കൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം നമുക്ക് ഇടവരുത്തുമാറാകട്ടെ. നമ്മളെ ഏക മനസ്സോടെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു പത്രോസിന്റെ നിഴൽ വീണപ്പോഴ് രോഗികൾ സൗഖ്യമായെന്ന്. ഇന്ന് രാത്രി ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നിഴല് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് വീണിട്ടുണ്ട്. ഇന്ന് രാത്രി ആരെങ്കിലും ആ നിഴൽ വീണില്ല എങ്കിൽ, ഇന്ന് രാത്രി ദൈവകൽപ്പന അനുസരിച്ചിട്ടില്ല എങ്കിൽ, ദൈവസേനയിൽ നമ്മൾ കടന്നു വന്നിട്ടില്ല എങ്കിൽ, ഇന്ന് ഈ രാത്രിയിൽ ആ നിഴലിന് കീഴിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഈ രാത്രി ഞാൻ ദൈവാത്മാവിനെ ഞാൻ ഓർപ്പിക്കുകയാണ്. हालेलुया। वहां आगे हम देखा है पत्रोस की छाया लोगों के ऊपर पड़ा तो लोग चंगे हुआ करके। मैं आपको बताना चाहता हूँ जैसे 91 भजन संगीता में लिखा है परम प्रधान की छाया हुए स्थान, हालेलुया सर्वशक्तिमान की छाया का ठिकाना। देखो यीशु मसीह की छाया हमेशा हमारे ऊपर है, वो छाया आपके ऊपर भी है, इसलिए आपको घबराने की जरूरत नहीं, डरने की जरूरत नहीं। वो छाया आपके ऊपर है। अगर आप उस छाया के अधीन में नहीं आए तो यीशु मसीह को अपने जीवन के उद्धारकर्ता के रूप पर अगर आप स्वीकार ना किया है तो आज रात को आपको मौका है यीशु मसीह को अपना जीवन का उद्धारकर्ता, अपनी स्वामी, अपनी प्रभु करके स्वीकार करके जल के अंदर बपतिस्मा लेकर प्रभु के कलीसिया के अधीन में, प्रभु की छाया के अधीन में आप आ जाओ। आपके ऊपर प्रभु की बहुत अपरंपार की दया करुणा होगा, प्रभु आपके लिए अद्भुत कार्य करेगा। ഇന്ന് രാത്രി ഞാൻ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. मैं आपके लिए एक बार प्रार्थना करके ये वचन को यहाँ समाप्त करना चाहता हूँ। കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് സൂമിലൂടെ
കടന്നു വന്ന എല്ലാ മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ച സമർപ്പിക്കുകയാണ്. स्वर्गीय पिता, आज रात को जूम मीटिंग के द्वारा आपकी चरणों में बैठा हुआ हर एक लोगों को लिए मैं प्रार्थना करता हूँ. ഓരോരുത്തരുടെ മേലും കർത്താവേ അത്ഭുത വിടുതല് ഇന്ന് രാത്രിയിൽ അവിടുന്ന് വെളിപ്പെടുവാനായി ഇന്ന് രാത്രിയിൽ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണപ്പാ. पिताजी, हर एक व्यक्तियों के जीवन में परमेश्वर की चमत्कारी कार्य होने के लिए आज मैं प्रार्थना करता हूँ पिता. ആ ഏക മനസ്സോടെ ഇന്ന് രാത്രികാലം ഞാൻ വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഏക മനസ്സോടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ നൽകണേ എന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണപ്പാ. पिताजी, एक मन के द्वारा एक चित्त के द्वारा आपकी चरणों में आकर हम लोग आपसे पिताजी अद्भुत चमत्कारी पाने के लिए मैं आपसे विनती करता हूँ. ഇന്ന് രാത്രിയില് ആ യേശുവിന്റെ നിഴല് ഓരോരുത്തരുടെ മേലും ഇന്ന് ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ നിഴലിന് കീഴിൽ പാർക്കുന്നവന് ഒരു അനർത്ഥവും സംഭവിക്കയില്ല എന്ന് വചനത്തിൽ പറയുമ്പോൾ ഇന്ന് ഈ രാത്രികാലം ഈ വചനം കേൾക്കുന്ന നിന്റെ മക്കളുടെ മേലെല്ലാം ദൈവിക അനുഗ്രഹങ്ങള്, ദൈവിക വിടുതല്, ദൈവിക പ്രവൃത്തികള് നിന്റെ മക്കളുടെ മേൽ വെച്ച് ഞാൻ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണപ്പാ. स्वर्गीय पिता, पत्रोस की छाया के द्वारा लोग चंगा हुआ तो आपकी छाया हमारे एक एक लोगों के ऊपर है. वो छाया के द्वारा चंगा हो, हर एक व्यक्ति छुटकारा पाओ, हर एक व्यक्ति के जीवन में अद्भुत चमत्कारियां होने के लिए मैं प्रार्थना करता हूँ. പ്രാർത്ഥിക്കുകയാണ്. प्रभु का दास के लिए मैं प्रार्थना करता हूँ. ഇതിന് നേതൃത്വം കൊടുക്കുവാൻ തക്കവണ്ണം ഇങ്ങനെയൊക്കെയും കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുവാൻ തക്കവണ്ണം നിന്റെ മകനെ ആ ദേശത്ത് ആക്കിയിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. आप जिस मकसद के लिए देश में प्रभु का दास को राष्ट्रों को रखा है, आपकी कार्यों को पूर्तिकरण करने के लिए विशेष अभिषेक हालेलुया उनके जीवन में आप दे दीजिए पिताजी. നിന്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ഞാൻ ഒരു പ്രാവശ്യം കൂടെ ദൈവദാസന്റെ കുടുംബത്തെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണപ്പാ. बेतेल चर्च ऑफ गॉड के अधीन में रहने वाला हर एक प्रभु के दासों को, उनके परिवारों को पिता, पुत्र और पवित्र आत्मा का नाम पर मैं आशीष देता हूँ पिताजी. പ്രാർത്ഥന ഇടവയ്ക്ക് ആസ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. प्रार्थना सुन लिया, धन्यवाद. प्रभु यीशु मसीह के मीठ और पवित्र नाम में ആമീൻ. പ്രഭു കദാസ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വന്നതിനെ വളരെ നന്ദിയുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. വീണ്ടും അവസരം കിട്ടുമ്പോൾ ഞങ്ങളുടെ മധ്യത്തിലേക്ക് വരണം. അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങളുടെ മണ്ണിലും പ്രസ്താവിച്ച ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. प्रभु को दास को धन्यवाद के रूप पर हर एक लोग अपनी हाथ उठाकर प्रभु को दास को धन्यवाद करेंगे. हालेलुया, 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 हालेलुया. ओम प्रकाश पास्टर अभी प्रभु का दास के लिए